അപ്രതീക്ഷിതമായ വാഹന അപകടത്തിലാണ് മിമിക്രി താരവും നടനുമായ കൊല്ലം സുധി നമ്മളെ വിട്ടുപിരിഞ്ഞത്. സുധി മരിച്ചതിന് പിന്നാലെയാണ് സുധിയുടെ കുടുംബം കൂടുതലായും സോഷ്യൽ മീഡിയയിൽ വാർത്തകളായി മാറാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ആളാണ് സുധിയുടെ ഭാര്യ രേണു. റീലുകളും ചിത്രങ്ങളും ഇവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് പലരും ഏറ്റെടുക്കാറുണ്ട്. പല സൈഡിൽ നിന്നും വിമർശനങ്ങളും എത്താറുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കെതിരെ നിരവധി പേരാണ് വളരെ മോശം കമന്റുകളുമായി എത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയുടെ ആക്രമണം സഹിക്കാനാവാതെ താൻ റീൽസ് നിർത്തിയെന്ന് വരെ രേണു പറയുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ രേണു പങ്കുവച്ച പുതിയ വീഡിയോയ്ക്ക് താഴെയും മോശം കമന്റുകളുമായി നിരവധി പേർ എത്തിയിരിക്കുകയാണ്. ശകുന്തളയെ അണിഞ്ഞൊരുങ്ങിയാണ് രേണു വീഡിയോയിൽ എത്തുന്നത്. ഈ വേഷത്തിലുള്ള ചിത്രങ്ങളും രേണു പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് രേണുവിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ കടുത്ത ഭാഷയിലാണ് രേണുവിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയെ പോലെയുണ്ട്, ജിഷയുടെ അമ്മ എത്രയോ ഭേദം, ഈ പെണ്ണിന് വട്ടായോ, ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ച് കളയല്ലേ, അധികമായാൽ അമൃതവും വിഷം എന്ന ആളുകൾക്ക് തെളിയിച്ചു കൊടുത്ത സ്ത്രീ, നിമിഷ ബിജോയെ പോലെ കളത്തിലിറങ്ങാൻ പോവുകയാണോ? മഞ്ജു വാര്യറിനു ശേഷം അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നാടക ട്രൂപ്പിനെ ഒറ്റ വേഷം കൊണ്ട് വെറുപ്പിച്ച ഐറ്റം എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. കമന്റുകളോട് രേണു പ്രതികരിച്ചിട്ടില്ല. അതേസമയം രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, പിന്നെ വെള്ള സാരിയിൽ രേണുവിനെ കാണാൻ താല്പര്യമില്ല, മോഡൽ ശകുന്തള ആയതുകൊണ്ട് ഓക്കെ, നെഗറ്റീവ് കമന്റ്സ് നോക്കി സമയം കളയണ്ട എന്നായിരുന്നു ഒരാളുടെ കമന്റ്. സന്തോഷമായി ജീവിക്കണം, അല്ലാതെ വിഷാദ രോഗത്തിന് അടിമപ്പെടാതെ നോക്കുക. മരണം വരെ സങ്കടപ്പെട്ടിട്ടും നിരാശപ്പെട്ടിട്ടും ഇരുന്നാൽ ഈ സോഷ്യൽ മീഡിയക്കാർ ചിലവിന് തരില്ല. അവർ എത്രത്തോളം വേദനിപ്പിക്കാനേ നോക്കും. നമ്മളെല്ലാവരും ഒരു നാൾ മരിക്കും എന്ന് കരുതി ജീവിച്ചിരിക്കുന്നവർ മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ജീവിക്കണമെന്നുള്ള മറ്റുള്ളവരുടെ സാഡിസ്റ്റ് കാഴ്ചപ്പാടിനെ അപ്പാടെ തള്ളിക്കളയുക എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. നേരത്തെയും രേണുവിന് സമാനമായ രീതിയിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നിരുന്നു. ബ്രൈഡൽ മേക്കപ്പ് ചെയ്തപ്പോഴായിരുന്നു രേണുവിന് ആക്രമണം നേരിടേണ്ടി വന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ബ്രൈഡൽ മേക്കപ്പ് ഇടുന്നത് എന്തിനാണെന്നായിരുന്നു ചിലരുടെ വിമർശനം. അതേസമയം രേണുവിനെ പിന്തുണയ്ക്കുന്നവരും രംഗത്തെത്തി. രേണുവിന് സന്തോഷം നൽകുന്നത് എന്താണോ അത് ചെയ്യൂ എന്നാണ് അവർ കുറിച്ചത്. കമന്റുകളെ അവഗണിക്കാനാണ് അവർ രേണുവിനോട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.